ഹായ് മക്കളെ, NMMSൻ്റെ നമ്പർ സീരീസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്പർ സീരീസ് എങ്ങനെ വരുന്നത് നോക്കാം. നമുക്ക് 2, 4, 6 അത് കഴിഞ്ഞ് കിടക്കുന്ന ഏതൊക്കെയാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. 8, 10 കാര്യം ഇത് കുഞ്ഞുനാൾ മുതലേ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഈ നമ്പർ സീരീസിൻ്റെ ക്വസ്റ്റ്യൻ ഏത് വന്നാലും ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഒരു റിലേഷൻ കാണും. 2ഉം 4ഉം തമ്മിലുള്ള റിലേഷൻ ഉണ്ട്. എന്തുമായിരിക്കും 2ഉം 4ഉം തമ്മിലുള്ള റിലേഷൻ? 2ൻ്റെ ഡിഫറൻസ് ആണ് അല്ലേ. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്ര? 2 ആണ്. ഇവിടെ നോക്കിയേ, 4ഉം 6ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്ര? 2 ആണ്. അപ്പം 2 വീതം കൂടിയിരിക്കുകയാണ്. ആദ്യത്തെ സംഖ്യയോട് 2 കൂടുന്നു, രണ്ടാമത്തെ സംഖ്യയോട് വീണ്ടും ഒരു 2 കൂടുന്നു. അപ്പോൾ മൂന്നാമത്തെ സംഖ്യ 6ൻ്റെ കൂടെ എന്ത് ചെയ്യണം? 2 കൂട്ടി. അത് 8. 8ൻ്റെ കൂടെ വീണ്ടും 2 കൂട്ടിയാൽ എത്ര? 10. അപ്പോൾ ഇങ്ങനെയാണ് നമ്പർ സീരീസിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്. എന്ന് വെച്ചാൽ ഒരു റിലേഷൻ കാണും. ആ റിലേഷൻ കണക്റ്റ് ചെയ്ത് വേണം അടുത്തതിൻ്റെ ഉത്തരം നമുക്ക് കണ്ടുപിടിക്കാൻ. ഓക്കെ, അപ്പം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉടനെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ.